അല്ല ലീലാമ്മേ, ഇനി എന്റെ ഭർത്താവ് സാന്ദ്രനെയും കൊണ്ട് KGF എങ്ങനെ ഊട്ടിപ്പിക്കോ? അയ്യയ്യാ, അതിന് അയാൾ വേറെ ജനിക്കണം. അവളെ ഞാൻ പ്രസവിച്ചതാണെങ്കിൽ ഞാൻ പറയുന്ന പാർട്ടിക്ക് അവളെ കൊണ്ട് ഞാൻ വോട്ട് ചെയ്യിപ്പിച്ചിരിക്കും. രണ്ട് കോപ്പ് ചെയ്യിപ്പിക്കും. എന്റെ മോളുടെ വോട്ടെ നമ്മുടെ പാർട്ടിക്കുള്ളതാ. അതിനുവേണ്ടിയാണ് അവൾക്ക് വന്ദേ ഭാരത് ബുക്ക് ചെയ്ത് കൊടുത്തത്. അത് അങ്ങ് ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങ് കോട്ടയം വരെ. സാൻഡ്ര കുഞ്ഞു വന്ദേ ഭാരതിനാണോ വന്നേ? ആ വോട്ട് നമ്മുടെ പാർട്ടിക്ക് തന്നെ. മോള് വന്നോ? മോൾ എന്താ അച്ഛനെ വിളിക്കാനോ? ഞാൻ വരത്തില്ല ഒന്ന് വിളിക്കാൻ. ഞാൻ അങ്ങനെ തന്നെ അമ്മയുടെ പൊന്നുമോള് വന്നോ? എന്റെ കുട്ടി ആകെ ക്ഷീണിച്ചു പോയി. ആ ശരിയാ, നീ വല്ലാണ്ടൊക്കെ ക്ഷീണിച്ചു പോയി. മോളി ഇനി ഇവിടെ നിന്ന് നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി. അത് കഴിഞ്ഞിട്ടുള്ള പഠിപ്പൊക്കെ മതി നമുക്ക്. അമ്മ എന്താ കഴിക്കാൻ? നല്ല വിശക്കുന്നുണ്ട്. അമ്മ നല്ല ചൂട് ദോശ ഉണ്ടാക്കി. ദോശ മോളെ, നിനക്ക് നല്ല പൊറോട്ടയും ബീഫും മേടിച്ചേ. മോള് വാ. ഒരു ദോശ. മോക്ക് നമ്മുടെ രഫിയങ്കണി അറിയില്ലേ? തെക്കേലെ നമ്മുടെ KGF സ്ഥാനാർത്ഥി രവിയങ്കളായി തവണ. അപ്പൊ മോളുടെ വോട്ട് രവിയങ്കൻ തന്നെ കൊടുക്കണം. അതങ്ങ് പള്ളി പോയി പറഞ്ഞാ മതി. മോള് BDF തന്നെ വോട്ട് ചെയ്താൽ മതി മോളെ. എങ്കിലും നമ്മുടെ നാട് നന്നാവും. ഇതെന്നാൽ നീ സ്നേഹം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. ഞാനേ UPF വോട്ട് ചെയ്യണം. UPF-നോ? നിനക്കൊരു പാർട്ടിയൊന്നും ഇല്ലല്ലോ. പിന്നെ പാർട്ടിയൊന്നുമില്ല, പക്ഷെ UPF-ലാണ് എന്റെ ഫ്രണ്ടാ. പിന്നെ നിങ്ങൾ ജയിപ്പിച്ച ആൾക്കാർ ഇവിടെ എന്താ ഉണ്ടാക്കിയ? അതുകൊണ്ട് ഇനി പുതിയ തലമുറ വരട്ടെ, അപ്പൊ നമുക്ക് നോക്കാം. ഞാൻ അന്നേ പറഞ്ഞ ഒരു കുട്ടി കൂടെ വേണമെന്ന്. അങ്ങനെ എന്റെ വോട്ടെങ്കിലും കിട്ടിയാലും 30 കൊല്ലം മുമ്പ് ആലോചിക്കണായിരുന്നു. 30 അല്ലേ? എന്നെ ഇപ്പോഴും പറ്റും. കാരണം പറ്റും, നിന്നെ കൂടെ നോഴ കാണാൻ പറ്റും.